മൗനരാഗം. രചന, അവതരണം ഋതു. കാലിൽ നനുത്ത സ്പർശമറിഞ്ഞാണ് ശ്രീലക്ഷ്മി കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചത്. തലേന്ന് കഴിച്ച മരുന്നിൻ്റെ ക്ഷീണം അവളുടെ കണ്ണുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു. ചെറിയ തലവേദനയുമുണ്ട്. മുഖമൊന്ന് അമർത്തി തുടച്ച ശേഷം അവൾ പുതപ്പ് മാറ്റിയതും എന്തോ വന്ന് നെഞ്ചിലേക്ക് പതുങ്ങിയതും ഒരുമിച്ചായിരുന്നു. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പതുപതുത്ത രോമങ്ങൾ മുഖത്തിഴഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചുപോയി. അപ്പൂസ് വാലിളക്കി തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവൾക്ക് അപ്പൂസിനെ ഭയമില്ല, മാത്രമല്ല ഇഷ്ടം കൂടിയിട്ടുമുണ്ട്. വെളുത്ത രോമങ്ങൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് അവൾ അപ്പൂസിനെ ചേർത്ത് നിർത്തി. വെറുതെ ചുമരിലെ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ 8 മണി ആകാറായിരുന്നു. കണ്ണുമിഴിച്ചുകൊണ്ട് അപ്പൂസിനെ നിലത്ത് നിർത്തി പുതപ്പ് കുടഞ്ഞെറിഞ്ഞ് ശ്രീലക്ഷ്മി എഴുന്നേറ്റു. ഇത്രയും വൈകിയോ? ഇവിടെ വന്നതിൽ പിന്നെ രാവിലത്തെ എഴുന്നേൽപ്പൊക്കെ കണക്കാ. താൻ ഇത്രയും വൈകിയിട്ടും ശ്രീയേട്ടൻ എന്താ വിളിക്കാൻ വരാത്തത് എന്നായിരുന്നു അവളുടെ ചിന്ത. കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് ഓട്ടമായിരുന്നു. വൈകിയതിനാൽ തല നനയ്ക്കാനൊന്നും നിന്നില്ല. റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അകത്ത് വലിയ അനക്കമൊന്നും കണ്ടില്ല. അടുക്കളയിൽ ആരുമില്ല. അവളാകെ പകച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. മുൻവശത്തെ വാതിൽ ചാരിയിട്ടിട്ടേയുള്ളൂ. പുറത്തേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീഹരിയുടെ മുറിയിലേക്ക് നോട്ടം പാളി. ഒട്ടൊന്ന് ആലോചിച്ച ശേഷം ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചെങ്കിലും തുറന്നില്ല. ആളകത്തുണ്ട്. അല്പസമയം സംശയിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി വാതിലിന് മുന്നിൽ നിന്നു. വിളിക്കണോ വേണ്ടയോ എന്ന് സംശയത്തിൽ നഖം കടിച്ചു. ഈ ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്രയും വൈകി എഴുന്നേറ്റ് വന്നിട്ടില്ല. ചിലപ്പോൾ ഇന്ന് പോകണ്ടായിരിക്കും, അവൾ മനസ്സിലോർത്തു. രാവിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് അവൾ തിരിഞ്ഞു നടക്കുന്നതിനിടയിലാണ് വാതിൽ തുറന്ന് ശ്രീഹരി മുന്നിലേക്ക് വന്നത്. പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ട ശ്രീഹരി ഒന്ന് പകച്ചു. അകത്ത് കയറണോ പുറത്തേക്കിറങ്ങണോ എന്ന ചിന്തയിൽ നെറ്റിയിൽ വിരലോടിച്ചു. മുന്നിൽ നിൽക്കുന്നവൻ്റെ ഈ ഭാവമാറ്റങ്ങളെല്ലാം തെല്ലൊരു സംശയത്തോടെയാണ് അവൾ നോക്കിക്കണ്ടത്. നെറ്റി ചുളിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ടേബിളിൽ ചാരി നിന്നു. ഒരു ചായ കിട്ടോടി? എന്തോ ഒരു തലവേദന. അവൻ മുഖമുയർത്താതെ തന്നെ ചോദിച്ചു. അവളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതാണിങ്ങനെ മുഖം കാണിക്കാതെ ഒരു ചുറ്റിക്കളി. ഇന്നലെ രാത്രി കണ്ടതുപോലെയല്ല. പെട്ടെന്ന് എന്തു പറ്റി? അവൾ വേഗം അടുക്കളയിലേക്ക് നടന്ന് കടുപ്പത്തിലൊരു കോഫി ഇട്ടു. അവളുടെ പോക്ക് കണ്ടവൻ നെഞ്ചിൽ കൈവച്ച് നിന്നു. വലത്തെ കൈവിരലിൽ തൊലി ഉരഞ്ഞ് മുറിപ്പാടുണ്ട്. കഴുത്തിന് താഴെയും പോറലുണ്ട്. അവളോട് കണ്ടാൽ ഉറപ്പായും സംശയിക്കും. ജീവിതത്തിൽ ആദ്യമായി കള്ളത്തരം കാണിക്കുന്നത് പോലെ, ആ പോയവളുടെ മുന്നിൽ അശക്തനാകുന്നത് പോലെ. മുടിയിഴകളെ പിറകോട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ടവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ശ്രീലക്ഷ്മി കോഫിയുമായി ചെല്ലുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന് അപ്പൂസിൻ്റെ ബഹളം കേട്ടു. ശ്രീഹരിയുടെ കയ്യിൽ കിടന്ന് അവനെ നക്കി തുടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൂസിനെ കളിപ്പിക്കാനായി ഇടയ്ക്കിടെ തല വെട്ടിച്ച് മാറ്റുന്നുണ്ട്. അവരുടെ കളി കണ്ട് പുറത്തേക്ക് വന്ന ശ്രീലക്ഷ്മിയുടെ മുഖം കൂടുതൽ ചുളിഞ്ഞു. തലവേദനയെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കസർത്ത് നടത്തുന്നത്. അവൾ സംശയത്തോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് പോയി നിന്നു. ഒന്നും മിണ്ടാതെ ഗ്ലാസ് നീട്ടിയപ്പോൾ അപ്പൂസിനെ ഒതുക്കി പിടിച്ചുകൊണ്ടവൻ അത് വാങ്ങി. എന്നാൽ അവളുടെ കൈകൾ പിൻവലിഞ്ഞില്ല. അവൻ ഒന്നുകൂടെ ബലമായി ഗ്ലാസ് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അവളുടെ കൈ ഒന്നുകൂടെ മുറുകി. അമ്പരന്നുകൊണ്ടാണ് ശ്രീഹരി അവളുടെ മുഖത്തേക്ക് നോക്കിയത്. ആ നോട്ടം മുഴുവൻ തൻ്റെ വിരലുകളിലേക്കാണെന്ന് മനസ്സിലായത് അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. വെപ്രാളത്തോടെ മുറിവ് പടർന്ന വിരലുകൾ കൊച്ചുകുഞ്ഞിൻ്റെ ഭാവത്തോടെ അവൻ പിറകിലേക്ക് ഒതുക്കി പിടിച്ചു. വലിയ ശബ്ദത്തോടെ ഗ്ലാസ് അരഭിത്തിയിലേക്ക് വെക്കുമ്പോൾ പകുതിയിലേറെയും തുളുമ്പിപ്പോയിരുന്നു. കൈക്ക് എന്തു പറ്റിയതാ ശ്രീയേട്ടാ? ആ ചോദ്യം കേട്ട് അവൻ ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഇതുവരെയും കേൾക്കാത്ത ശബ്ദം, കാണാത്ത ദേഷ്യം, വേദന, സർവവും കൂടിക്കലർന്നൊരു ഭാവം. കൈയൊന്ന് നീട്ടിയേ. ചുവന്നു തുടങ്ങിയ മുഖത്തോടെ പറയുന്നവളെ ഒട്ടേറെ കൊതിയോടെ കൗതുകത്തോടെ തെല്ലതിശയത്തോടെ നോക്കി നിന്നു പോയവൻ അനങ്ങാതെ ആ നിൽപ്പ് തുടർന്നപ്പോൾ
ബലം പ്രയോഗിച്ചവൾ കൈവിരലുകൾ വലിച്ചടുപ്പിച്ചു. തൊലിയടർന്ന് ചുവപ്പ് പടർന്ന വിരലുകൾ കണ്ടതും അറിയാതെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. ഒരു നിമിഷം കൊണ്ട് ഭാവം മാറി കൂർപ്പിച്ചവനെ നോക്കി. ഇതെങ്ങനെ പറ്റിയതാ? കണ്ണുകളിലേക്ക് നോട്ടമേതുകൊണ്ടവൾ കടുപ്പിച്ച് ചോദിച്ചു. അവൻ എന്തോ പറയാൻ വാ തുറന്നതും വലതു കൈ ഉയർത്തിക്കൊണ്ടവൾ തടഞ്ഞു. വേണ്ട ശ്രീയേട്ടാ, കള്ളം പറയാൻ നോക്കണ്ട. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഈ മുറിവ് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതെങ്ങനെ സംഭവിച്ചു? അവൻ ദയനീയമായവളെ നോക്കി. ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ ചോദ്യത്തിന് മുന്നിൽ പതറുന്നു. നുണ പറയാൻ കഴിയില്ല. സത്യവും. എന്തേ ഇങ്ങനെ തുറച്ചു നോക്കണേ? രാവിലെ ആയപ്പോഴേക്കും ചെവിയും അടിച്ചുപോയോ? സത്യം പറ, അയാൾ എന്താ ചെയ്തേ? ശ്രീഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു. ശക്തിയിൽ ശ്വാസമെടുത്തു. ഒന്നും ഒളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അവൾ അതൊക്കെ അറിയണമെന്ന് തന്നെയാണ്. പക്ഷേ പെണ്ണ് ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് കൂട്ടി കണ്ണ് നിറയ്ക്കും. അതാണ് കാണാൻ വയ്യാത്തത്. ചോദിക്കുന്നതൊന്നും ശ്രീയേട്ടൻ കേൾക്കുന്നില്ലേ? കൊന്നിട്ടില്ല. പക്ഷേ അവൻ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കില്ല. അത്രയും പറഞ്ഞവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. ഒരു നിമിഷം ആ കണ്ണുകളുമായി കൊരുത്തുകൊണ്ടവൾ നോട്ടം മാറ്റി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അവളുടെ ആ പോക്കിൽ അവൻ വാ പൊളിച്ചു. അടുക്കളയിൽ സ്റ്റീപാത്രങ്ങളുടെ ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വെപ്രാളത്തോടെ ഓടി. ഉപ്പുമാവുണ്ടാക്കാനുള്ള തിരക്കിലാണവൾ. പുറകിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല. തകൃതിയായ പണിയിലാണ്. അടുത്ത് നിൽക്കുന്നവനെ ഗൗനിക്കുന്നേയില്ല. ആ ലോകത്തെ അങ്ങനൊരാളില്ലാത്ത പോലെ. മോളെ ലച്ചു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നെ ഒന്ന് നോക്കടി. അവളുടെ ആ അവഗണന അവൻ ഒട്ടും പറ്റിയില്ല. അങ്ങനെ ഒരാൾ അടുത്തുണ്ടെന്ന് ശ്രദ്ധിക്കാതെ അവൾ ഗ്യാസ് ഓണാക്കി ചായക്ക് വെള്ളം വെച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുഴങ്ങി. ചെക്കനിതൊന്നും അത്ര പരിചയമില്ല. ഉള്ളി അരിയുമ്പോൾ കയ്യിലുള്ള കത്തിക്ക് ആവശ്യത്തിലധികം ബലം നൽകി. സഹിക്ക വയ്യാതെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചപ്പോൾ നിലവിളിയോടെ അവൾ പിടഞ്ഞു. കട്ടിംഗ് ബോർഡിലേക്ക് ഒഴുകിയിറങ്ങിയ ചോരത്തുള്ളികൾ കണ്ടവൻ പകച്ചു. കത്തി താഴെ വീണു. ലച്ചു കുഞ്ഞെ, ഞാൻ കണ്ടില്ലടി. സോറി എടി. ഇടറിയ ശബ്ദത്തോടെ അതിലേറെ പിടയ്ക്കുന്ന നെഞ്ചോടെ അവൻ ആ രക്തം കിനിയുന്ന മുറിയിലേക്ക് അമർത്തിപ്പിടിച്ചു. ചൂണ്ടുവിരലിൽ നിന്ന് പടരുന്ന രക്തത്തുള്ളികൾ അവൻ്റെ കൈവിരലുകളെയും നനച്ചു. വേദന സഹിക്കാനാകാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ശ്രീഹരി ആകെ പരവേശപ്പെട്ട് അവളെ ഒരു കൈകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മുന്നിലെ പൈപ്പ് തുറന്നു. വെള്ളത്തിനും ചോര ചുവപ്പ്. അതവൻ്റെ കണ്ണിലാണ് പടരുന്നതെന്ന് തോന്നിപ്പോയി. പിടക്കുന്ന നെഞ്ചോടെ കലങ്ങിച്ചുവന്ന മിഴികളോടെ അവളെ പൊതിഞ്ഞു പിടിക്കവേ കുറ്റബോധവും വേദനയും കൊണ്ടവൻ്റെ പ്രാണൻ പോകുന്നത് പോലെ തോന്നി. മുറിവിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ ലച്ചു. ഇടറിത്തെറിച്ചുകൊണ്ടാണ് അവനിൽ നിന്ന് ഓരോ വാക്കുകളും പുറത്തേക്ക് വന്നത്. അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ടവൾ വേണ്ടെന്ന് തല ചലിപ്പിച്ചു. ഒരിഞ്ച് പോലും അനങ്ങാൻ സമ്മതിക്കാതെ ശ്രീഹരിയുടെ കൈക്കരുത്തിൽ അവൾ കൂടുതൽ ഒതുങ്ങിപ്പോയതേയുള്ളൂ. അവൾക്ക് ചെറുതായി തല ചുറ്റുന്നത് പോലെ തോന്നിയതും കാലൊന്ന് ഇടറി ഊർന്നു. അപ്പോഴേക്കും ഇരു കൈയിലുമായി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തവൻ അകത്തേക്ക് നടന്നിരുന്നു. ആ നെഞ്ചിൽ കവിൽ പതിഞ്ഞു കിടന്നപ്പോൾ ഹൃദയമിടിപ്പിൻ്റെ വേഗതയറിഞ്ഞ് അവളൊന്ന് പിടഞ്ഞുപോയി. സോഫയിൽ ചാരിയിരുത്തി അകത്തേക്കവൻ ഓടുകയായിരുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ മുന്നിൽ മുട്ടിലിരുന്നു. കൈവിരലുകളുടെ വിറയൽ കണ്ടവൾക്കും വേദന തോന്നി. എന്തൊക്കെയാ ചെയ്തതെന്ന് അവന് പോലും മനസ്സിലായിരുന്നില്ല. മുറിവ് തുടച്ച് മരുന്ന് കെട്ടിവെച്ചപ്പോഴേക്കും ഷർട്ടാകെ വിയർപ്പിൽ കുതിർന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ സോഫയുടെ ഇരുവശത്തും കൈകളൂന്നി അവനാ ഇരിപ്പ് തുടർന്നു. എനിക്ക് വേദനയൊന്നുമില്ല, അവൾ പതിയെ പറഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ മുഖമുയർത്തി. ചുവന്നു വിങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലടി. അറിയാതെ പറ്റിപ്പോയതാ. സോറി. ഒരുപാട് നൊന്തില്ലേ? കുറേ ബ്ലഡൊക്കെ പോയില്ലേ? സോറി. ഞാൻ സത്യമായും കണ്ടില്ല. അത്രയൊക്കെ പറയാനേ അവന് കഴിഞ്ഞുള്ളൂ.
അപ്പോഴേക്കും കണ്ണിൽ നിന്നൊരു തുള്ളി അടർന്നിറങ്ങി അവളുടെ മുറിവിലേക്ക് അലിഞ്ഞു ചേർന്നു. ഞെട്ടലോടെ ശ്രീലക്ഷ്മി മുഖമുയർത്തി നോക്കിയപ്പോൾ അടക്കാനാവാത്ത മാനസിക സംഘർഷത്താൽ കണ്ണുകൾ ഇറുക്കി അടച്ച് കളഞ്ഞവൻ. കരയാണോ? ഈ കണ്ട മനുഷ്യന്മാരെയൊക്കെ വിറപ്പിച്ച് നിർത്തിയ ആളിവിടെ ഇരുന്ന് ചെറിയൊരു മുറിവ് നോക്കി വേദനിക്കുവാണോ? അവൾക്കൊരേ സമയം അത്ഭുതവും ചിരിയും വന്നുപോയി. ദേ അമ്മ കാണൂ കേട്ടോ, ഇത്രയും വലിയ ഘടാഘടിയൻ കുഞ്ഞൊരു മുറിവ് കണ്ട് കരഞ്ഞ നാണക്കേടാ, അവൾ തെല്ല് കളിയായി തന്നെ പറഞ്ഞു. ശ്രീഹരി അപ്പോഴും കണ്ണുകൾ ഇറുകെ പൂട്ടി തന്നെ ഇരുന്നു. ലച്ചു അല്പം വിറക്കുന്ന കൈകളോടെ അവൻ്റെ കണ്ണുകളിലൂടെ വിരലോടിച്ചു. പിടഞ്ഞുകൊണ്ട് കണ്ണു തുറന്നപ്പോൾ നിറഞ്ഞു ചിരിക്കുകയാണ് പെണ്ണ്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ടവൻ സോഫയിൽ അവളുടെ അരികിലായി ചെന്നിരുന്നു. പതിയെ ചെവിയോരം പറഞ്ഞു, സോറി, വരവ് വെച്ചിരിക്കുന്നു എന്ന് വെച്ച് എപ്പോഴും ഇത് തന്നെ ആവർത്തിക്കണ്ട. കൈ നോവുന്നുണ്ടോ ലച്ചു? ഇല്ലാന്ന് പറഞ്ഞാൽ നുണയാവും. എന്നാലും സാരമില്ല, മാറിക്കോളൂ. ഇനി എൻ്റെ പേരിൽ ആരോടും വഴക്കിനൊന്നും പോവരുത് കേട്ടോ. അതിനവന് മറുപടിയൊന്നും പറയാതെ സോഫയിൽ ചാരിയിരുന്നു. വൈകിയല്ലോ ലച്ചു, ഇന്ന് കോളേജിൽ ഞാൻ കൊണ്ടുവിടാം. നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോയിക്കോ. ഇനി അതോ ഇന്ന് ലീവാക്കുന്നോ? എന്തിന്? എക്സാമിന് അത്രേ ദിവസമുള്ളൂ. ഒത്തിരി പഠിക്കാനുണ്ട്. ലീവായാൽ നടക്കില്ല. ലച്ചു. അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോകാനാഞ്ഞപ്പോൾ പുറകിൽ നിന്ന് വിളി വന്നു. എന്താ ശ്രീയേട്ടാ? അത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിച്ചോ നീ? അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു. എന്തേലും ഇഷ്ടക്കേടുണ്ടേൽ തുറന്ന് പറയണേ ലച്ചു. ഞാനിങ്ങനെയൊന്നും ആരോടും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒട്ടും വിചാരിക്കാത്ത നേരത്ത് ഇരുട്ടിൽ എൻ്റെ നെഞ്ചിലേക്ക് വന്നതാണ് നീ. ഇതുവരെ തോന്നാത്ത മോഹങ്ങളും ചിന്തകളും ഒക്കെ ഇപ്പോൾ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്നാലും നിനക്കിഷ്ടമില്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ ഇപ്പം എനിക്ക് കഴിയും. എന്നാൽ കുറേ കഴിഞ്ഞാൽ അതിന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എന്താണേലും തുറന്ന് പറയണേ. അത്രയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മറുപടി എന്താകുമെന്നറിയാതെ ശ്രീഹരിയുടെ നെഞ്ച് പിടക്കാൻ തുടങ്ങി.